Hello, welcome to our channel PJ Zone. ഇന്നത്തെ ഒരു ചാലഞ്ച് വീഡിയോ ആണ്. ആൽഫബറ്റ്സിലെ A to Z സ്റ്റാർട്ട് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. അത് 24 hours ഏതൊക്കെ ഫുഡ് ഐറ്റംസാണ് കഴിക്കാൻ പോകുന്നത് നോക്കാം. നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കില്ല കഴിക്കുന്നത്. ഇപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗീ വെച്ചാണ്. അപ്പം G ആണ്. ഒരു സ്പൂൺ ഗീ കഴിക്കാം. G completed. അപ്പോൾ ഞാൻ കരുതി A to Z കഴിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ കാലോറിയും കൂടെ നോക്കാം. ഇന്നത്തെ ദിവസം ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര കാലോറി ഞാൻ കഴിച്ചെന്നൊന്നും അറിയാലോ. അപ്പം ഞാൻ ഗീ ആഡ് ചെയ്യാൻ പോവാണേ. 1 ടീസ്പൂൺ. ഓക്കെ, അപ്പോൾ 1 ടീസ്പൂൺ ഗീ നോക്കിയപ്പം 28 കാലോറി ഉണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബാക്കിയും കൂടെ ആഡ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മൊത്തം കാലോറി എത്ര ഉണ്ടെന്ന് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഒരപ്പം, ഒരു എഗ് എടുത്തിട്ടുണ്ട്, എഗ്ഗിൻ്റെ കറിയുണ്ട്, പിന്നെ ഹാഫ് ഗ്ലാസ് ടീ. അപ്പോൾ അത് കഴിക്കാം. അപ്പം നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എഗ് കറിയും കഴിഞ്ഞു. ഇനി ഹാഫ് ഗ്ലാസ് ടീയും കൂടി. ഗ്ലാസ് ചായ ടീ എടുത്തിട്ടുണ്ട്. ടീ വേണമല്ലോ അതുകൊണ്ട് കേട്ടോ ചായ മാറ്റി ടീ എന്നൊക്കെ പറയുന്നത്. എന്തായാലും കുടിക്കുന്നുണ്ട്. ഇതും കൂടെ ഞാൻ കാലോറി നോക്കിക്കോളാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ 4 ഫുഡ് ഐറ്റംസാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നത്, അപ്പം ബാക്കി 22 ഫുഡ് ഐറ്റംസ് ഇനിയുണ്ട് കഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് നട്ട്സും ഹണിയുമാണ് കേട്ടോ. കുറച്ചേ ഉള്ളൂ, നമുക്ക് 1 സ്പൂൺ കഴിച്ചാൽ മതിയല്ലോ. അപ്പം നട്ട്സും ഹണിയും കഴിക്കും. ആൽമണ്ടും കാഷ്യൂനട്ടും പിസ്ത എടുത്തേക്കുന്നത്. നട്ട്സ് കഴിച്ചു. ഇനി 1 സ്പൂൺ ഹണി കഴിക്കാം. അപ്പം എച്ചു ആവും കേട്ടോ. കംപ്ലീറ്റഡ്. 6 down, 20 more to go. അപ്പം നമുക്ക് നട്ട്സിന്റെയും ഹണിയുടെയും കാലോറിയും കൂടെ ട്രാക്ക് ചെയ്തേക്കാം. അപ്പം നമ്മൾ ഇപ്പം കഴിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഗൂസ്ബെറി, നമ്മുടെ നാട്ടിലെ നെല്ലിക്ക, പിന്നെ കുയിൽ എഗ്, നമ്മുടെ കാടമുട്ട, പിന്നെ ഡേറ്റ് സിറപ്പുമാണ് കഴിക്കുന്നത്. ആദ്യമേ അങ്ങ് കാടമുട്ട കഴിച്ചേക്കാം. കുയിൽ എഗ്. നെല്ലിക്കയിൽ ഡേറ്റ് സിറപ്പ് ഇടാം, എന്നിട്ട് കഴിക്കാം കേട്ടോ. അപ്പം ഡേറ്റ് സിറപ്പ് ദേ ഒഴിച്ചിട്ടുണ്ട്. കഴിക്കട്ടെ. കൊള്ളാം കേട്ടോ. ഇന്ത്യൻ ഗൂസ്ബെറി എടുക്കാൻ കാര്യം, ഐസ്ക്രീം വേണേൽ എടുക്കായിരുന്നു. ഇത്രയും A to Z ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, മൊത്തം അങ്ങനെ അൺഹെൽത്തി ആവണ്ടെന്ന് ഓർത്തിട്ടാ. വല്ല അസുഖം വന്നാലോ ഇതാകുമ്പോൾ അത്രയും കുഴപ്പമില്ലല്ലോ. ഇന്ത്യൻ ഗൂസ്ബെറി ഉണ്ടല്ലോ, ഹണി ഡിപ്പ് ചെയ്തത് ചിലപ്പോൾ കിട്ടാറുണ്ടല്ലോ. അത് കടയിൽ നോക്കി, അത് കിട്ടിയില്ല. അപ്പോഴാണ് എനിക്ക് ആലോചിച്ച ഡേറ്റ് സിറപ്പ് ഇരിപ്പുണ്ടല്ലോ, ആദ്യം മുക്കി കഴിക്കാം. അല്ലെ സോൾട്ട് വേണമെങ്കിലും എടുക്കാമായിരുന്നല്ലോ. വേറെ എടുക്കാമെന്ന് ഓർത്തു. പിന്നെ പക്ഷെ ഇത് രണ്ടും കൂടെ കൊള്ളാം കേട്ടോ. സാൾട്ടുമായിട്ട് തിന്നുമ്പം അത് ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചത്, പക്ഷെ വേണ്ട, നമുക്ക് സെപ്പറേറ്റ് തന്നെ എടുക്കാം. ഇന്ത്യൻ ഗൂസ്ബെറി കഴിഞ്ഞു കേട്ടോ. ഇനി സിറപ്പ് ഇച്ചിരി ഉണ്ട്, അതും കൂടി തിന്നു. അപ്പം ഇപ്പം നമ്മൾ 3 കഴിച്ചു. Q കംപ്ലീറ്റ് ആയി, കുയിൽ എഗ്ഗിൻ്റെ. പിന്നെ ഇന്ത്യൻ ഗൂസ്ബെറി I കഴിഞ്ഞു, ഡേറ്റ് സിറപ്പ് D. അപ്പം 3 കംപ്ലീറ്റ് ആയി. ഇന്ത്യൻ ഗൂസ്ബെറി, കുയിൽ എഗ്ഗ്, പിന്നെ ഡേറ്റ് സിറപ്പ്, ഇത് 3 കൂടെ നമുക്ക് ആഡ് ചെയ്തേക്കാം.
ഇസഡ് വെച്ച് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഫുഡായിട്ട് സുക്കിനി എടുത്തേക്കുന്നത്, നമ്മുടെ കുക്കുംബറൊക്കെ പോലത്തെ സംഭവം. അപ്പം ചോറിൻ്റെ കൂടെ നമുക്ക് ഇതും സാലഡായിട്ട് കൂട്ടാം. നമ്മൾ ലഞ്ചിന് എടുത്തിട്ടുണ്ട് കേരള റെഡ് റൈസ്, അപ്പോൾ കെ ആയി, പിന്നെ ചിക്കൻ ഫ്രൈ സി സോറി, പിന്നെ ഫിഷ് കറി എഫ്, പിന്നെ ഒക്ര നമ്മുടെ ലേഡീസ് ഫിംഗർ ഒക്ര ഒ ആയി, പിന്നെ സുക്കിനി എടുത്തിട്ടുണ്ട് സാലഡായിട്ട് ഇസഡ്. അപ്പം കേരള റൈസും ഫിഷ് കറിയും ചിക്കൻ ഫ്രൈയും ഒക്രയും സുക്കിനിയും ഒക്കെ ആയിട്ട് ചോറ് കഴിക്കും. സുക്കിനി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ടേസ്റ്റ് എനിക്ക് കുക്കുംബറിനെക്കാട്ടും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ലഞ്ച് കംപ്ലീറ്റ്. ഇനി നമുക്ക് വൈകുന്നേരത്തിന് മുന്നേ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേന് അടുത്ത ഫുഡായിട്ട് കാണാം. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാനൊന്ന് കിടന്നുറങ്ങി, ദേഹമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് കുറേ മാംഗോ ഉണ്ട്, റംബുട്ടാൻ ഉണ്ട്, പൊമഗ്രാനൈറ്റ് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, വൈ വെച്ച് യോഗട്ടും ഉണ്ട്. അപ്പം നമുക്ക് ഇതങ്ങോട്ട് കഴിക്കാം. നല്ല മധുരമുള്ള മാംഗോ ഒക്കെ തീരാറായല്ലോ അല്ലേ. ബാക്കി ഞാൻ തീർത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചു, ഇനി നമുക്ക് യോഗട്ട് കഴിക്കാം. യോഗട്ട് ഇത് പൈനാപ്പിൾ ഫ്ലേവർ ആട്ടോ. അപ്പോൾ നമുക്ക് യോഗട്ട് കഴിക്കാം. അയ്യോ പഠിക്കാൻ വരുന്നില്ലേ ചേട്ടേ, ഒന്ന് ഹെൽപ്പ് പണ്ണുങ്കോ. ഹായ് ഹായ്, താങ്ക് യു. അപ്പം അതെ നമ്മുടെ യോഗട്ടും കൂടെ കഴിക്കാം. പൈനാപ്പിളിൻ്റെ സ്മെല്ലും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. കൊള്ളാട്ടോ, അല്ലേ? നല്ല ഇഷ്ടപ്പെട്ടു. കംപ്ലീറ്റഡ്. ഇനി അടുത്ത ഫുഡിന് കാണാം. അത് കുറച്ച് വെള്ളമായിരിക്കും കേട്ടോ, അത് ഞാൻ അപ്പം പറയാം. അപ്പം അടുത്ത നേരം കാണാം. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് 1 മണിക്കൂർ കഴിഞ്ഞു, ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട്. അപ്പം ഇത് എൽ വെച്ച് ലെമൺ വാട്ടർ, പിന്നെ ജീര വാട്ടർ ജെ, അടുത്തത് സംഭാരം എസ്. അപ്പം ഓരോന്നായിട്ട് അങ്ങോട്ട് കുടിക്കാം. ഫ്രൂട്ട് ബേയിലൊക്കെ പോകുമ്പം കുഞ്ഞു ഗ്ലാസ് കിട്ടുന്നു. ഇത് ഞാൻ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വയറ് നിറഞ്ഞ്. പക്ഷെ ഞാൻ ഈ ചലഞ്ച് ചെയ്തപ്പം എൻജോയ് ചെയ്താ ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് എൻ്റെ വീട്ടിലുള്ളവർ വേറെ ഫുഡ് ഐറ്റംസാണ് ഇന്നത്തെ ദിവസം ഫുള്ള് കഴിച്ചേക്കുന്നത്, പക്ഷെ ഞാൻ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തേൻ്റെയും ഇപ്പോഴത്തേൻ്റെയും കലോറിയും കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 129. അപ്പോൾ നമ്മുടെ ലാസ്റ്റിലത്തെ ഫുഡ് അടി കേട്ടോ, രാത്രിയായിട്ടുണ്ട്. വി വെച്ച് വെർമസലി പായസം, പിന്നെ എക്സ് വെച്ച് എനിക്ക് അങ്ങനെ വേറെ ഒന്നും കിട്ടിയില്ല. എക്സ്മസ് കേക്ക്, ക്രിസ്മസ് കേക്കിൻ്റെ എക്സ്മസ് കേക്ക്, അത് പ്ലം കേക്ക് ആണല്ലോ, അത് എക്സ്മസ് കേക്കായിട്ട് ഇതാണ് എടുത്തേക്കുന്നത്. പിന്നെ W വേഫർ, പിന്നെ U വെച്ച് ഉണ്ണിയപ്പം. അപ്പോൾ ഇതോടെ നമ്മുടെ തീരും. അപ്പോൾ ഇതങ്ങോട്ട് കഴിക്കാം. ഇതിനിടയ്ക്ക് അപ്പൂസ് വന്ന പായസം കുടിക്കാം. പായസം കംപ്ലീറ്റ്. നിങ്ങൾക്ക് ഏത് പ്ലം കേക്ക് ഇഷ്ടമെന്ന് പറയണം കേട്ടോ. എനിക്ക് എലൈറ്റിൻ്റെ കേട്ടോ ഇഷ്ടം. ഇത് എലൈറ്റിൻ്റെ. ലാസ്റ്റ് കംപ്ലീറ്റ്. അങ്ങനെ നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മൾ കലോറി ആഡ് ചെയ്തപ്പം കുറവ് കലോറിയേ വന്നിട്ടുള്ളൂ. അപ്പം നമ്മുടെ മമ്മക്കൊക്കെ പറയുന്ന പോലെ ഇഷ്ടമുള്ള ഫുഡ് എല്ലാം കഴിക്കാം മിതമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ A തൊട്ട് Z വരെ കംപ്ലീറ്റ് ചെയ്തു. ഇച്ചിരി എമൗണ്ടിലേ നമ്മളെല്ലാം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ചലഞ്ച് വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ ഏതെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പം ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കൂടി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം പ്രീനി.